അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, കേരളത്തിലുള്ള ഒരു വിഭാഗം ആളുകൾപ്പെടുന്നവരാണ് തീവ്രവാദികൾ എന്നുള്ള പറയപ്പെടുന്നത്. പക്ഷെ അവരെല്ലാം തീവ്രവാദികളല്ല. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞ ഒരു 10 വർഷക്കാലം കൊണ്ട് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിന്റെ ഇടത് വലത് മുന്നണികൾ ഇവിടെ പ്രവർത്തിക്കുകയാണ്. ആ രണ്ട് മുന്നണികളുടെ പ്രവർത്തനം എന്തു വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തുകൊണ്ടും ഏറെക്കുറെ 27-28% വന്നിട്ടുള്ള ആ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ട് കൈപ്പിടിയിലാക്കുക എന്നുള്ളതാണ്. അതിന് അവർ തെരഞ്ഞെടുത്ത മാർഗം എന്ന് പറയുന്നത് പ്രീണനമാണ്. ആ പ്രീണനം ലിമിറ്റില്ലാതായിരിക്കുന്നു. അത് ഏതറ്റം വരെയും ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനും ഭീഷണിയായി നിൽക്കുന്ന സംഘടനകളെ പോലും തഴുകുകയും തലോടുകയും ചെയ്യുന്ന നിലപാടിലേക്ക് കേരളത്തിന്റെ ഇടതു വലത് മുന്നണികൾ പോയതാണ് അടിസ്ഥാനപരമായി ഈ വിഷയത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അല്ലാതെ ഈ നാട്ടിലുള്ള മുഴുവൻ ഇസ്ലാം സഹോദരങ്ങളും തീവ്രവാദികളല്ല. പക്ഷേ ഒരു 2, 3, 4% വരുന്ന ഇത്തരം സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി ഇതുമൂലം ഇതര സമുദായങ്ങൾക്കിടയിൽ ആ സമുദായം തന്നെ മോശമാകുകയാണ്. ഇത് ആ സമുദായത്തിനുള്ളിൽ മതേതര സ്വഭാവമുള്ള ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർ രംഗത്തിറങ്ങി ഈ ഇത്തരം സംഘടനകൾക്കെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മാത്രമല്ല, ഈ പ്രീണനം രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മതം കടന്നു വന്നിരിക്കുന്നു. രാഷ്ട്രീയത്തിനപ്പുറത്ത് ഈ പ്രീണനം കടന്നു വന്നിരിക്കുന്നു. ഇത് ഈ നാടിനെ വലിയ വർഗീയതയിലേക്ക് തന്നെ നയിക്കുള്ളൂ. അത് ഇന്ന വിഷയമെന്നൊന്നുമില്ല. ഞാൻ പറയട്ടെ, ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ ഇസ്രയേലിൽ വെച്ചൊരു സൗമ്യ കൊല്ലപ്പെട്ടു. നിങ്ങൾക്കെല്ലാം അറിയാം. ആരെങ്കിലും വന്നോ ഇവിടെ ആശ്വസിപ്പിക്കാൻ? നേരെ മറിച്ച് പാലസ്തീനിൽ മരിച്ച ആർക്കോ വേണ്ടി മനുഷ്യരാണ്. മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ നമ്മൾ സങ്കടമുണ്ട്. അത് ഇസ്രയേലിൽ മരിച്ചാലും പാലസ്തീനിൽ മരിച്ചാലും നമുക്ക് ദുഃഖമുണ്ട്. പക്ഷെ അവിടെ അവർ മരിക്കുമ്പോൾ ഇവിടെ പ്രകടനം നടക്കുന്നു. ഹമാസ് ഭീകരനെ കൊല്ലപ്പെട്ടപ്പോൾ ഇവിടെ മയ്യത്ത് നിസ്കാരം നടക്കുന്നു. മയ്യത്ത് നിസ്കാരം നടത്തിയതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ഇന്ത്യൻ മുസ്ലിം, നമുക്ക് അന്തസ്സുള്ള ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, APJ അബ്ദുൽ കലാം. അദ്ദേഹം മരിച്ച സമയത്ത് ഇവരാരെങ്കിലും മയ്യത്ത് നിസ്കാരം ഈ സംഘടനകളാരും നടത്തി ഞാൻ കണ്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത് പരോക്ഷമായി രാജ്യവിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. ഇവർ ചെയ്യുന്നതും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണ്. അത് പറയാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതിപ്പോ പറയുമ്പോൾ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ ഉണ്ടാവും. പറയുന്ന വ്യക്തിയെ, വർഗീയതയ്ക്കെതിരെ പറയുന്ന വ്യക്തിയെ വർഗീയവാദിയാക്കി മാറ്റുന്ന സാഹചര്യങ്ങൾ ഈ നാട്ടിലുണ്ട്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇത് പറയാതെ പോകാൻ കഴിയില്ല. ഞങ്ങൾ പറയുന്ന വർഗീയതയല്ല, വർഗീയത ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലാണ്. അത് ഇനിയും പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാനേ കഴിയും.